എസ്തറിൻ്റെ പുസ്തകം 1-ാം അധ്യായം. അഹസ്വേരോസിൻ്റെ വിരുന്ന്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിൽ ഭരിച്ചിരുന്ന അഹസ്വേരോസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെ മേദിയയിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യയിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൽ സമൃദ്ധിയും തൻ്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണവും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചുവന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ട് വെളുപ്പും നീലനിറവുമായി യവനികൾ തൂക്കിയിട്ടിരുന്നു. അമൃതശിത, വെള്ളക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത വർണ്ണശബളമായ തളത്തിൽ പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷകങ്ങളാണ് പാനീയത്തിൽ ചേർത്തിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നതിന് നിയമാനുസൃതമായിരുന്നു, എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരും ഇഷ്ടം നോക്കാമെന്ന സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾ വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കുവാൻ അഹസ്വേരോസ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർണോ, ബിക്ത, താബ്ദേയൻ, കാർക്കസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച കൽപ്പനയനുസരിച്ച് വിരുന്നിന് വാഷ്തി രാജ്ഞിയെ വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമങ്ങളും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയയിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെത്താർ, അഡ്മാവി, താർഷീസ്, മാരേസ്, മെർന, മെർക്കു എന്നീ ജ്ഞാനികളും പ്രമുഖരായ 7 പേരോട് രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്തി രാജ്ഞിയോട് എന്ത് ചെയ്യേണ്ടത്? അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മീമുക്കാർ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു, രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരോസിൻ്റെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തികൾ എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിനിടയാകുകയും ചെയ്യും. അവർ പറയും, തൻ്റെ മുൻപിൽ വരാൻ അഹസ്വേരോസ് രാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു, അവൾ ചെന്നില്ല. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി.